നമസ്കാരം. സുപ്രീം വോയിസ് ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വടക്കാഞ്ചേരി ലൈഫ് ഫ്ലാറ്റ് MLA സേവ്യർ ചിറ്റിൽപ്പള്ളിയുടേത് വെറും നാടകമെന്ന് കെ അജിത് കുമാർ. വടക്കാഞ്ചേരിയിൽ കൂടുതൽ ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കണം NP കെ രാധാകൃഷ്ണൻ. വീണ് കിട്ടിയ ഇലക്ട്രിക് സാധനങ്ങൾ ഉടമയ്ക്ക് തിരിച്ചു നൽകി മാതൃകയായി വ്യാപാരികൾ. വാർത്തകൾ വിശദമായി. വടക്കാഞ്ചേരി ലൈഫ് ഫ്ലാറ്റ് MLA സേവ്യർ ചിറ്റിൽപ്പള്ളിയുടേത് വെറും നാടകമെന്ന് കെ അജിത് കുമാർ. സേവ്യർ ചിറ്റിൽപ്പള്ളി MLA ആയാൽ ഒരു വർഷത്തിനുള്ളിൽ ചരൽപ്പറമ്പ് ലൈഫ് ഫ്ളാറ്റ് നിർമ്മാണം പൂർത്തിയാക്കി ഭൂരഹിത ഭവനരഹിതർക്ക് നൽകും എന്നാണ് വാഗ്ദാനം ചെയ്തത്. എന്നാൽ 4 വർഷം കഴിഞ്ഞിട്ടും ഇതിനായി MLA ഒരു ചെറുവിരൽ പോലും അനക്കിയില്ല. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് പരിശോധനയും നാടകവും നടത്തുന്നത്. ലൈഫ് ഫ്ളാറ്റ് ഇടതു സർക്കാരിന്റെ അഴിമതിയുടെ സ്മാരകമാണ്. ഇടത് ഭരണകാലത്ത് അവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല. 10 വർഷമായി ലാൻഡ് ബോർഡ് ഏറ്റെടുത്ത 75 ഏക്കർ മിച്ചഭൂമി പോലും ഭൂരഹിതർക്ക് വിതരണം ചെയ്യാൻ കഴിയാത്ത സർക്കാരാണ് ഇപ്പോഴത്തേത്. സേവ്യർ ചിറ്റിൽപ്പള്ളി MLA നാടകം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. കെ അജിത് കുമാർ DCC സെക്രട്ടറി, ചെയർമാൻ, കേരള ഭൂരഹിത ഭവനരഹിത പുനരധിവാസ സമിതി. വടക്കാഞ്ചേരിയിൽ കൂടുതൽ ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കണം NP കെ രാധാകൃഷ്ണൻ. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ സ്റ്റോപ്പുകൾ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന് കെ രാധാകൃഷ്ണൻ MP കത്ത് നൽകി. തിരുവനന്തപുരത്തെ റെയിൽവേ ഡിവിഷനിലെ അവസാനത്തെ എക്സ്പ്രസ് സ്റ്റേഷനാണ് വടക്കാഞ്ചേരി. ആരോഗ്യ സർവകലാശാല, തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, ഡെന്റൽ കോളേജ്, നഴ്സിംഗ് കോളേജ്, കേരള കലാമണ്ഡലം തുടങ്ങിയ സ്ഥാപനങ്ങളിലേക്ക് നൂറുകണക്കിന് വിദ്യാർത്ഥികളും ജീവനക്കാരും ദിവസേന ഇവിടെ നിന്നാണ് യാത്ര ചെയ്യുന്നത്. കോവിഡിന് ശേഷം തിരുവനന്തപുരം മാംഗ്ലൂരു എക്സ്പ്രസ്, എറണാകുളം കാരക്കൽ എക്സ്പ്രസ്, കന്യാകുമാരി പൂനെ എക്സ്പ്രസ് തുടങ്ങിയ ട്രെയിനുകളുടെ വടക്കാഞ്ചേരി സ്റ്റോപ്പുകൾ റദ്ദാക്കിയതോടെ യാത്രക്കാരുടെ ദുരിതം വർദ്ധിച്ചു. ഈ ട്രെയിനുകളുടെ സ്റ്റോപ്പുകൾ പുനഃസ്ഥാപിക്കണമെന്നും ഷൊർണൂർ ഒഴിവാക്കി പാലക്കാട് വഴി പോകുന്ന ട്രെയിനുകൾക്കും വടക്കാഞ്ചേരിയിൽ സ്റ്റോപ്പ് അനുവദിക്കണമെന്നും NP ആവശ്യപ്പെട്ടു. ആൾ ഇന്ത്യ ജനറൽ ഇൻഷുറൻസ് ഏജന്റ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി പ്രതിഷേധ ദിനം ആചരിച്ചു. ഇരുചക്ര വാഹനങ്ങളുടെ ഇൻഷുറൻസ് നിരുത്സാഹപ്പെടുത്തുന്ന നടപടി കമ്പനികൾ പിൻവലിക്കുക. ലോങ് ടേം പോളിസികളുടെ കമ്മീഷൻ പ്രീമിയം അടയ്ക്കുന്ന വർഷം തന്നെ ഒറ്റത്തവണയായി നൽകുക. 15 വർഷത്തിന് മുകളിലുള്ള വാഹനങ്ങൾക്കും ഹെവി ട്രക്കുകൾക്കും കമ്മീഷനും ഇൻസെന്റീവും ഒഴിവാക്കിയ നടപടി പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് വടക്കാഞ്ചേരിയിൽ ഓൾ ഇന്ത്യ ജനറൽ ഇൻഷുറൻസ് ഏജന്റ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി പ്രതിഷേധ ദിനം ആചരിച്ചു. വ്യവസായ യൂണിറ്റ് പ്രസിഡന്റ് വത്സലകുമാർ പ്രതിഷേധ ദിനം ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി യൂണിറ്റ് പ്രസിഡന്റ് KP ബാലചന്ദ്രൻ തുടങ്ങിയവർ പ്രതിഷേധ ദിനത്തിൽ സന്നിഹിതരായിരുന്നു. ഇന്ന് വടക്കാഞ്ചേരി ഓഫീസിലെ യുണൈറ്റഡ് ഇന്ത്യയുടെ ഓഫീസിൽ വെച്ച് നടക്കുകയാണ്. ഇരുചക്ര വാഹനങ്ങളുടെ ഇൻഷുറൻസ് നിരുത്സാഹപ്പെടുത്തുന്ന നടപടികളെ കമ്പനി പിൻവലിക്കുക. ലോങ് ടൈം പോളിസികളുടെ കമ്മീഷൻ പ്രീമിയം അടയ്ക്കുന്ന വർഷം തന്നെ ഒറ്റത്തവണയായിട്ട് നൽകുക. 15 വർഷത്തിന് മുകളിലുള്ള വാഹനങ്ങൾക്കും ഹെവി ട്രക്കുകൾക്കും കമ്മീഷനും ഇൻസെൻറ്റീവും ഒഴിവാക്കിയ നടപടി പിൻവലിക്കുക തുടങ്ങിയ വിവിധങ്ങളായ ആവശ്യങ്ങളായിട്ട് ഉന്നയിച്ചുകൊണ്ട് നടത്തുന്ന ഈ സമരത്തിലേക്ക് പൊതുജനങ്ങളുടെ എല്ലാവരും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അടിയന്തരമായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഈ പ്രതിഷേധ ദിനത്തിൻ്റെ ജ്വാല ആളിപ്പടർന്നത് തിരുത്തിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം ഉണ്ടാകണമെന്നും അഭ്യർത്ഥിക്കുന്നു. ഈ സമരം ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. യുവനേതാവിനെതിരെ ഗുരുതര ആരോപണവുമായി യുവനടി റിനി ആൻ ജോർജ്. യുവനേതാവിനെതിരെ ഗുരുതര ആരോപണവുമായി യുവനടി റിനി ആൻ ജോർജ്. യുവനേതാവിൽ നിന്നും ദുരനുഭവമുണ്ടായി. അശ്ലീല സന്ദേശങ്ങൾ അയച്ചു. പാർട്ടി നേതാക്കളോട് പരാതി പറഞ്ഞു. നടപടിയുണ്ടായില്ല. പാർട്ടിയിലെ പല സ്ത്രീകൾക്കും ദുരനുഭവമുണ്ടായി. അവർ കാര്യങ്ങൾ തുറന്നു പറയണം. ധാർമ്മികതയുണ്ടെങ്കിൽ നേതൃത്വ നടപടിയെടുക്കണമെന്നും റിനി ആൻ ജോർജ് പറഞ്ഞു. പുറത്തു പറയുമെന്ന് പറഞ്ഞപ്പോൾ പോയി പറയൂ എന്നായിരുന്നു യുവനേതാവിൽ നിന്നും ലഭിച്ച മറുപടിയെന്ന് റിനി പറയുന്നു. പേര് വെളിപ്പെടുത്തുന്നില്ലെന്ന് നടി പറഞ്ഞു. പ്രതിപക്ഷ നേതാവിനോട് കാര്യം പറഞ്ഞിരുന്നതായി നടി മാധ്യമങ്ങളോട് പറഞ്ഞു. പേര് വെളിപ്പെടുത്തിയാൽ ആ വ്യക്തി ഉൾപ്പെട്ടിരിക്കുന്ന പ്രസ്ഥാനത്തിൽ പലരുമായി തനിക്ക് സൗഹൃദമുണ്ട്. അതിനാൽ ആരെയും വേദനിപ്പിക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ല. ഇത്തരത്തിൽ ദുരനുഭവം ഇനിയും ആവർത്തിച്ചാൽ പേര് വെളിപ്പെടുത്തുമെന്നാണ് റിനി പറയുന്നത്. സോഷ്യൽ മീഡിയ വഴിയാണ് യുവ നേതാവിനെ പരിചയപ്പെട്ടത് മുതൽ മോശമായാണ് പെരുമാറിയത്. നല്ലൊരു സൗഹൃദമായിരുന്നെന്ന് പ്രതീക്ഷിച്ചിരുന്നെന്ന് റിനി പറയുന്നു. ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കണ്ണ് ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. എല്ലാ ബ്രാൻഡഡ് കണ്ണടകളും, ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാവിധ കണ്ണടകളും കൂടാതെ ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ട സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭ്യമാണ്. ജോൺസൺസ് കണ്ണട വ്യാപാരം, ഓപ്പോസിറ്റ് ഡിവൈൻ ഹോസ്പിറ്റൽ, വടക്കാഞ്ചേരി. ഫോൺ 0488423007 9496347407. തിരികെ വാർത്തകളിലേക്ക്. യുവനേതാവിനെതിരായ നടിയുടെ വെളിപ്പെടുത്തലിൽ പ്രതികരിച്ച് ഡോക്ടർ P. സരിൻ.
യുവ നേതാവിനെതിരായ നടിയുടെ വെളിപ്പെടുത്തലിൽ പ്രതികരിച്ച് ഡോക്ടർ പി സരിൻ. ആരാണ് അയാൾ എന്നതിനുമപ്പുറം ഒരു പെൺകുട്ടി ഏറ്റുവാങ്ങേണ്ടി വന്ന ദുരനുഭവങ്ങളാണ് ഇതൊക്കെ എന്നതാണ് ആദ്യമായി നമ്മൾ ഓരോരുത്തരെയും ചൊടിപ്പിക്കേണ്ടതെന്ന് സരിൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. ആ തെമ്മാടി പാർട്ടിയിൽ ഇതല്ല ഇതിനപ്പുറവും നടക്കുമെന്നാണ് കേരള സമൂഹം വിലയിരുത്തേണ്ടതെന്നും സരിൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു. കാപ്പ ലംഘിച്ച് ജില്ലയിൽ പ്രവേശിപ്പിച്ച കുപ്രസിദ്ധ ഗുണ്ട സന്തോഷ് പിടിയിൽ. കൊരട്ടി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുപ്രസിദ്ധ ഗുണ്ടയായ കൊരട്ടി തെക്കുമുറി ആറ്റപ്പാടം സ്വദേശി കുഴുപ്പള്ളി വീട്ടിൽ 48 വയസ്സുള്ള സന്തോഷിനെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. വിവിധ സ്റ്റേഷനുകളിലായി വധശ്രമം, അടിപിടി, തട്ടിക്കൊണ്ടുപോകൽ, സ്ത്രീയെ ആക്രമിച്ച് മാനഹാനി വരുത്തുക എന്നിങ്ങനെയുള്ള 16 ക്രിമിനൽ കേസിലെ പ്രതിയാണ് ഇയാൾ. ഏതെങ്കിലും കേസിൽപ്പെട്ട് ഒരു മാസത്തിലധികം അന്വേഷണ ഏജൻസികളുടെ കസ്റ്റഡിയിലാകുന്ന മന്ത്രിമാരെ പുറത്താക്കാൻ ഗവർണർമാർക്ക് അധികാരം നൽകുന്ന ബില്ലിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഏതെങ്കിലും കേസിൽപ്പെട്ട് ഒരു മാസത്തിലധികം അന്വേഷണ ഏജൻസികളുടെ കസ്റ്റഡിയിലാകുന്ന മന്ത്രിമാരെ പുറത്താക്കാൻ ഗവർണർമാർക്ക് അധികാരം നൽകുന്ന ബില്ലിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. BJP ഇതര സംസ്ഥാന സർക്കാരുകളെ വേട്ടയാടാനുള്ള പുതിയ കുതന്ത്രമാണ് സംഘപരിവാർ പ്രയോഗിക്കുന്നതെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. സംസ്ഥാന സർക്കാരുകളെ വേട്ടയാടാനുള്ള കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ തീരുമാനത്തിന്റെ ഭാഗമായി മാത്രമേ ലോക്സഭയിൽ അവതരിപ്പിക്കപ്പെട്ട 130ാം ഭരണഘടനാ ഭേദഗതി ബില്ലുകളെ കാണാൻ കഴിയൂ. കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് നടത്തുന്ന പകപോക്കൽ, വേട്ടയാടൽ രാഷ്ട്രീയത്തിന്റെ തുടർച്ചയാണിത്. കേന്ദ്ര ഏജൻസികളെ ആയുധമാക്കി സംസ്ഥാന സർക്കാരുകളെ അസ്ഥിരപ്പെടുത്താനുള്ള നീക്കം നേരത്തെ തന്നെയുണ്ട്. ഇതിന്റെ ഭാഗമായി രാജ്യത്ത് ഭരണഘടനാ ചുമതലകൾ വഹിക്കുന്ന മുഖ്യമന്ത്രിമാരെയും മന്ത്രിമാരെയും ദീർഘകാലം ജയിലിൽ അടച്ചിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ട്രെയിൻ യാത്രയ്ക്ക് ലഗേജ് പരിധി വരുന്നു. അശ്രദ്ധയ്ക്ക് പിഴയെടുക്കേണ്ടി വന്നേക്കാം. രാജ്യത്തെ വിമാനത്താവളങ്ങളുടെ ശൈലിയിലുള്ള നവീകരണങ്ങളിലേക്ക് മാറാൻ തയ്യാറെടുക്കുകയാണ് ഇന്ത്യൻ റെയിൽവേ. ഇതിന്റെ ഭാഗമായി ഒട്ടനവധി പരിഷ്കാരങ്ങളും സൗകര്യങ്ങളുമാണ് റെയിൽവേ യാത്രക്കാർക്കായി ഒരുക്കിയിരിക്കുന്നത്. ലഗേജ് നിയമങ്ങളാണ് അതിൽ പ്രധാനം. അനുവദനീയമായ ഭാരപരിധി ലഗേജിന് കൊണ്ടുവരുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അനുവദനീയമായ പരിധിക്കപ്പുറം ലഗേജ് കൊണ്ടുപോകുന്ന യാത്രക്കാർക്ക് അധിക പിഴകൾ ഈടാക്കും. കൂടാതെ ഭാരപരിധിക്ക് താഴെയാണെങ്കിൽ പോലും വലിയ ലഗേജുകൾ അനുവദിക്കില്ല. കൂടുതൽ ഭാരമുണ്ടെങ്കിൽ ഓരോ കിലോയ്ക്കും പ്രത്യേകം പണം ഈടാക്കും. പാലക്കാട് MLAയും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനുമായ രാഹുൽ മാങ്കുട്ടത്തിലിനെതിരെ ആരോപണവുമായി എഴുത്തുകാരി ഹണി ഭാസ്കർ. യുവ നേതാവിനെതിരെ ഗുരുതര ആരോപണവുമായി യുവനടി റിനി ആൻ ജോർജ്. യുവ നേതാവിൽ നിന്നും ദുരനുഭവമുണ്ടായി. അശ്ലീല സന്ദേശങ്ങൾ അയച്ചു. പാർട്ടി നേതാക്കളോട് പരാതി പറഞ്ഞു. നടപടിയുണ്ടായില്ല. പാർട്ടിയിലെ പല സ്ത്രീകൾക്കും ദുരനുഭവമുണ്ടായി. അവർ കാര്യങ്ങൾ തുറന്നു പറയണം. ധാർമ്മികതയുണ്ടെങ്കിൽ നേതൃത്വം നടപടിയെടുക്കണമെന്നും റിനി ആൻ ജോർജ് പറഞ്ഞു. പുറത്തു പറയുമെന്ന് പറഞ്ഞപ്പോൾ പോയി പറയൂ എന്നായിരുന്നു യുവ നേതാവിൽ നിന്നും ലഭിച്ച മറുപടിയെന്ന് റിനി പറയുന്നു. പേര് വെളിപ്പെടുത്തുന്നില്ലെന്ന് നടി പറഞ്ഞു. പ്രതിപക്ഷ നേതാവിനോട് കാര്യം പറഞ്ഞിരുന്നതായി നടി മാധ്യമങ്ങളോട് പറഞ്ഞു. പേര് വെളിപ്പെടുത്തിയാൽ ആ വ്യക്തി ഉൾപ്പെട്ടിരിക്കുന്ന സ്ഥാനത്തിൽ പലരുമായി തനിക്ക് സൗഹൃദമുണ്ട്. അതിനാൽ ആരെയും വേദനിപ്പിക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ല. ഇത്തരത്തിൽ ദുരനുഭവം ഇനിയും ആവർത്തിച്ചാൽ പേര് വെളിപ്പെടുത്തുമെന്നാണ് റിനി പറയുന്നത്. സോഷ്യൽ മീഡിയ വഴിയാണ് യുവ നേതാവിനെ പരിചയപ്പെട്ടത് മുതൽ മോശമായാണ് പെരുമാറിയത്. നല്ലൊരു സൗഹൃദമായിരുന്നെന്ന് പ്രതീക്ഷിച്ചിരുന്നെന്ന് റിനി പറയുന്നു. ഓണത്തിന് വിദ്യാർത്ഥികൾക്ക് 4 കിലോ അരി. മന്ത്രി വി ശിവൻകുട്ടി. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി ഗുണഭോക്താക്കളായ എല്ലാ വിദ്യാർത്ഥികൾക്കും ഓണത്തിന് 4 കിലോഗ്രാം വീതം അരി വിതരണം ചെയ്യുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. പ്രീ പ്രൈമറി മുതൽ 8ാം ക്ലാസ് വരെയുള്ള 24,77,337 കുട്ടികൾക്കാണ് അരി നൽകുന്നത്. സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ അരി സ്കൂളുകളിൽ നേരിട്ടെത്തിക്കും. ഇതിനായി നിലവിലെ കടത്തുകൂലിക്ക് പുറമെ കിലോയ്ക്ക് 50 പൈസ അധികം നൽകും. ജില്ലകളിൽ സ്റ്റോക്ക് കുറവുണ്ടെങ്കിൽ സമീപ ജില്ലകളിലെ ഡിപ്പോകളിൽ നിന്ന് അരി എത്തിക്കുമെന്നും മന്ത്രി അറിയിച്ചു. 13ാം ഭരണഘടനാ ഭേദഗതി ബിൽ സംസ്ഥാനങ്ങളെ അസ്ഥിരപ്പെടുത്താൻ ലക്ഷ്യം. മുഖ്യമന്ത്രി പിണറായി വിജയൻ. ലോക്സഭയിൽ അവതരിപ്പിച്ച 130ാം ഭരണഘടനാ ഭേദഗതി ബില്ലുകൾ BJP ഇതര സംസ്ഥാന സർക്കാരുകളെ വേട്ടയാടാനുള്ള സംഘപരിവാറിന്റെ പുതിയ കുതന്ത്രമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ തീരുമാനത്തിന്റെ ഭാഗമായ കാണാനാകൂ. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഉപയോഗിച്ച് നടത്തുന്ന പകപോക്കൽ, വേട്ടയാടൽ രാഷ്ട്രീയത്തിന്റെ തുടർച്ചയാണിത്. കേന്ദ്ര ഏജൻസികളെ ആയുധമാക്കി സംസ്ഥാന സർക്കാരുകളെ അസ്ഥിരപ്പെടുത്താനുള്ള നീക്കം നേരത്തെയുണ്ട്. ഭരണഘടനാ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രിമാരെയും മന്ത്രിമാരെയും ദീർഘകാലം ജയിലിൽ അടച്ചിരുന്നു. അവ രാജിവെക്കാത്തതിലെ നൈരാശ്യമാണ് ഭേദഗതി കൊണ്ടുവന്നതിന് പിന്നിൽ. കള്ളക്കേസിൽ കുടുക്കി ജയിലടയ്ക്കുക, അതിന്റെ പേരിൽ അയോഗ്യരാകുക എന്ന രാഷ്ട്രീയത്തിന്റെ പുതിയ പരീക്ഷണമാണിത്. വടക്കാഞ്ചേരി യുവതിയെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി. വടക്കാഞ്ചേരി അകമല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് സമീപം യുവതിയെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഏകദേശം 40 വയസ്സ് തോന്നിക്കുന്ന സ്ത്രീയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അയ്യന്തോൾ തെരുവുനായ ആക്രമണം. മാധ്യമപ്രവർത്തകനെ പരിക്കേറ്റു. അയ്യന്തോൾ ചുങ്കത്ത് തെരുവുനായയുടെ ആക്രമണത്തിൽ മാധ്യമപ്രവർത്തകനെ പരിക്കേറ്റു. പരിക്കേറ്റ വേലൂർ സ്വദേശി പ്രദീപ് ഉണ്ണിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
തൃശൂർ പാലക്കലിൽ സ്വകാര്യ ബസ്സിൽ കൂട്ടിയിടിച്ച് അപകടം. തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലോടുന്ന സ്വകാര്യ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സും മറ്റൊരു സ്വകാര്യ ബസ്സുമാണ് കൂട്ടിയിടിച്ചത്. കൊടുങ്ങല്ലൂരിൽ നിന്ന് തൃശൂരിലേക്ക് പോവുകയായിരുന്ന വേദൻ എന്ന ബസ്സും തൃശൂരിൽ നിന്ന് കൊടുങ്ങല്ലൂരിലേക്ക് പോവുകയായിരുന്ന ശില്പി എന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുമാണ് അപകടത്തിൽപ്പെട്ടത്. പ്രധാന വാർത്തകൾ വീണ്ടും. വടക്കാഞ്ചേരി ലൈഫ് ഫ്ലാറ്റ് MLA സേവ്യർ ചിറ്റിൽപ്പുള്ളിയുടേത് വെറും നാടകമെന്ന് കെ അജിത് കുമാർ. വടക്കാഞ്ചേരിയിൽ കൂടുതൽ ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കണം NPK രാധാകൃഷ്ണൻ. വീണ് കിട്ടിയ ഇലക്ട്രിക് സാധനങ്ങൾ ഉടമയ്ക്ക് തിരിച്ചു നൽകി മാതൃകയായി വ്യാപാരികൾ. ഇതോടുകൂടി വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.